Hi everyone. ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് ആണെങ്കിൽ പോളിമോർഫിക് ഫംഗ്ഷൻ, ടൈപ്പ് ഇൻഫറൻസ്, കൺട്രോൾ ഫ്ലോ, ബൂളിയൻ എക്സ്പ്രഷൻ ആൻഡ് ഷോർട്ട് സർക്യൂട്ട് കോഡ്. ഫസ്റ്റ് വൺ പോളിമോർഫിക് ഫംഗ്ഷൻസ് എന്തൊക്കെ നോക്കാം. Polymorphism which literally means having multiple forms refers to construct that can take on different types. അപ്പം പോളിമോർഫിസം എന്താ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പോളിമോർഫിസം എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഫോംസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫോംസിൽ അപ്പിയർ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിനാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ അത് 3 ടൈപ്പിലുണ്ട്: പാരാമെട്രിക് പോളിമോർഫിസം, അഡ്ഹോക് പോളിമോർഫിസം ആൻഡ് സബ് ടൈപ്പ് പോളിമോർഫിസം. ഫസ്റ്റ് വൺ പാരാമെട്രിക് പോളിമോർഫിസം എന്താണെന്ന് നോക്കാം. ഇൻ വിച്ച് എ ഫംഗ്ഷൻ മേ ബി അപ്ലൈഡ് ടു എനി ആർഗ്യുമെന്റ് whose types match a type expression involving type variables. പാരാമെട്രിക് പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യാം. പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ആർഗ്യുമെന്റ് ആണ്. അപ്പോൾ ഒരു ആർഗ്യുമെന്റ് ഒരു എക്സ്പ്രഷനിലേക്ക് പാസ് ചെയ്യാം. അതാണ് പാരാമെട്രിക് പോളിമോർഫിസം എന്ന് പറയുന്നത്. Next one, ad hoc polymorphism. Another term for overloading in which two or more implementations with different types are referred by the same name. Ad hoc polymorphism എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന കാര്യമാണ്. ഈ ഓപ്പറേറ്റർ ഓവർലോഡിങ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓവർലോഡിങ് ഇതിലൊക്കെ പറയുന്നത് ഒരേ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരിക്കും, പക്ഷെ സെയിം നെയിമിലായിരിക്കും അത് റെഫർ ചെയ്തിട്ടുണ്ടാവുക. ഒരേ പേരിലായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക, പക്ഷെ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിരിക്കും അതിലുണ്ടാവുക. അതാണ് ad hoc polymorphism. Then third type, subtype polymorphism. A piece of code that can be executed with arguments of different types. ഒരു piece of code അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റർ അതിന് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റ്സ് വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് സബ് ടൈപ്പ് പോളിമോർഫിസം. 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോളിമോർഫിസം ആണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ടൈപ്പ് ഇൻഫറൻസ് ആണ്. ടൈപ്പ് ഇൻഫറൻസ് എന്ന പേരിൽ തന്നെ ഉണ്ട് നമ്മുടെ ഒരു എക്സ്പ്രഷൻ്റെ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിൻ്റെ ഒരു ടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് ഇൻഫറൻസ് യൂസ് ചെയ്യുന്നത്. ടൈപ്പ് ഇൻഫറൻസ് is the process of determining the types of expression based on the known type of some symbols that may be appear in them. ഒരു എക്സ്പ്രഷനിൽ അപ്പിയർ ചെയ്തിട്ടുള്ള വേരിയബിൾസിൻ്റെ ടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് ഇൻഫറൻസ് എന്നത് കാര്യം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഒരു എക്സ്പ്രഷൻ നമുക്ക് അറിയുന്ന ടൈപ്പ് ഉണ്ടാകുന്ന അറിയുന്ന സിമ്പിൾസിൻ്റെ ടൈപ്പ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ അൺനോൺ ആയിട്ടുള്ളതിൻ്റെ ടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യാം. ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളത് നോക്കാം. A+B+C എന്നാണ് എക്സാമ്പിൾ തന്നിട്ട്. ഇതിൽ എൻ്റെ ടൈപ്പ് ഇൻറ്റ് ആണ്, ബീൻ്റെ ടൈപ്പ് ഫ്ലോട്ട്. അപ്പം ഈ എയും ബിയും ആഡ് ചെയ്യുന്ന സമയത്ത് A+B ആഡ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റും ഫ്ലോട്ടും ആഡ് ആവും. അതിൻ്റെ റിസൾട്ട് ഫ്ലോട്ടിലാണ് വരിക. അതായത് ഹയർ പ്രയോറിറ്റി കൂടുതൽ ഫ്ലോട്ടിലാണ്. അപ്പം ഫ്ലോട്ടിലാണ് റിസൾട്ട് വരിക. അതിനുശേഷം സിയുമായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിയുമായിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് സിൻ്റെ ടൈപ്പ് ഫ്ലോട്ടാണ്. അപ്പം ഫ്ലോട്ടും ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടോട്ടൽ റിസൾട്ട് വരിക ഫ്ലോട്ടിലാണ്. അപ്പം അതിൻ്റെ ഈ ഒരു എക്സ്പ്രഷൻ്റെ ഫൈനൽ അല്ലെങ്കിൽ റിസൾട്ടിൽ വരുന്ന അതിൻ്റെ ടൈപ്പ് ഫ്ലോട്ടാണ്. അപ്പോൾ അതാണ് ഈ ഒരു എക്സാമ്പിൾ പറയുന്നത്. ഒരു രണ്ട് കാര്യങ്ങൾ രണ്ട് ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള ഡാറ്റ ടൈപ്പ് ഏതാണ് അതിലേക്കാണ് ആൻസർ കൺവേർട്ട് ആവുക. അപ്പോൾ അതുപോലെ ഇവിടെ ഫ്ലോട്ടും ഇൻറ്റും ആഡ് ചെയ്യും, പിന്നെ ഫ്ലോട്ടും ആഡ് ചെയ്യും. ഫൈനലായിട്ട് നമുക്ക് കിട്ടുക ഫ്ലോട്ടാണ്. അതാണ് ടൈപ്പ് ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ. ഇനി കൺട്രോൾ ഫ്ലോ ആണ് നെക്സ്റ്റ് പറയാൻ പോണത്. Control flow is the translation of statements such as if-else statement, while statement is tied to the translation of Boolean expression. In programming languages, Boolean expressions are often used to. കൺട്രോൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് if-else, while അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ആ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ബൂളിയൻ എക്സ്പ്രഷനിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തിനൊക്കെയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എന്തിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വണ് ഓൾട്ടർ ദ ഫ്ലോ ഓഫ് കൺട്രോൾ. നമ്മുടെ എക്സ്പ്രഷൻ്റെ ഫ്ലോനെ ഓൾട്ടർ ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ ചേഞ്ച് ചെയ്യാൻ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. Boolean expressions are used as conditional expression in statements that alter the flow of control. The value of such Boolean expression is implicit in a position reached in a program. For example, if in expression S, the expression E must be true. If statement S is reached, ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഈ എക്സ്പ്രഷനിൽ ഇ എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷന് ട്രൂ ആണെങ്കിൽ മാത്രമേ എസ് എന്ന് പറഞ്ഞ ഒരു എക്സ്പ്രഷനിൽ കണ്ടീഷൻ അല്ലെങ്കിൽ അതിൻ്റെ ടെർമിനൽ അത് റീച്ച് ചെയ്യത്തുള്ളൂ. അതാണ് ഓൾട്ടർ ദ ഫ്ലോ ഓഫ് കൺട്രോൾ ഈ ഒരു ഇതിൽ പറയുന്നത്. ഇ ഓഫ് എസ് എന്ന് പറഞ്ഞ ഈ ഒരു എക്സ്പ്രഷൻ ഒരു എക്സ്പ്രഷനാണ്. ഈ എക്സ്പ്രഷനിൽ ഇൻ്റെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എസ്സിൽ റീച്ച് ചെയ്യുള്ളൂ. അതാണ് പറയുന്നത്.
The next one, compute logical values. A Boolean expression can represent true or false as values. ഒരു Boolean expressionന്റെ value അല്ലെങ്കിൽ അതിന്റെ result true അല്ലെങ്കിൽ false ആയിരിക്കും, അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. Such Boolean expression can be evaluated in analogy to arithmetic expression using three address instructions logical operators. അങ്ങനെയുള്ള ഒരു Boolean expression നമുക്ക് logical operators വെച്ചിട്ട് അല്ലെങ്കിൽ comparison operators വെച്ചിട്ട് നമുക്കൊരു എക്സ്പ്രഷൻ ബൂളിയൻ എക്സ്പ്രഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ കൺട്രോൾ ഫ്ലോ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൺട്രോൾ ഫ്ലോ യൂസ് ചെയ്യുന്നത് രണ്ട് കാര്യത്തിനാണ്: ഓൾട്ടർ ദ ഫ്ലോ ഓഫ് കൺട്രോളും കമ്പ്യൂട്ട് ലോജിക്കൽ വാല്യൂസ്. ഇനി നമുക്ക് ബൂളിയൻ എക്സ്പ്രഷന്റെ ട്രാൻസ്ലേഷൻ കാര്യങ്ങൾ നോക്കാം. Boolean expressions are composed of the Boolean operators which we denote ampersand, double pipe, and not, using the C convention for the operators and or not respectively. Sorry, ഇവിടെ pipe എന്ന് പറയുന്നത് ഇത് or ആണ് കേട്ടോ. അപ്പം ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞത്. അതിൽ ആൻഡ് ഓർ നോട്ട് നമ്മൾ യൂഷ്വലി കാണുന്ന ഓപ്പറേറ്റേഴ്സ് ആണ്. അതുള്ള ഒരു എക്സ്പ്രഷനാണ് ബൂളിയൻ എക്സ്പ്രഷൻ. In relational expressions are of the form E plus relation E2, where EX and E2 are arithmetic expression. In this section, we consider Boolean expression generated by following grammar. ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്: ബി ഗിവൺ B1 or B2 or B1 ഡബിൾ ആമ്പർസാൻഡ് B2 എന്നൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഈ എക്സ്പ്രഷനിൽ നമ്മൾ 6 കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ റിലേഷൻ ഓപ്പറേറ്റേഴ്സ് നമുക്ക് അറിയുന്നതാണ്: less than or equal to, not equal to, greater than or equal to. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ബൂളിയൻ എക്സ്പ്രഷനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ B1 ട്രൂ ആണെങ്കിൽ B2ലേക്ക് എൻ്റർ ആവും. അതായത് B1 ട്രൂ ആണെങ്കിലാണ് B2ലേക്ക് ഈ എക്സ്പ്രഷന് മൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ബിന്റെ റിസൾട്ട് ട്രൂ ആയിരിക്കും. B1 ട്രൂ ആണെങ്കിൽ ബിയുടെ റിസൾട്ട് ട്രൂ ആയിരിക്കും. ഇനി B1 ഫോൾസ് ആണെങ്കിൽ അത് B2ലേക്ക് പോകും. അപ്പം ബിന്റെ റിസൾട്ട് ഫോൾസ് ആയിരിക്കും, ടോട്ടൽ റിസൾട്ട്. അങ്ങനെയാണ് ഈ ഒരു സംഭവം എക്സിക്യൂട്ട് ആവുക. ഇനി B1 ഡബിൾ ആമ്പർസാൻഡ് B2 എന്ന് പറയുന്ന സമയത്ത് ആമ്പർസാൻഡ് വന്നാൽ അറിയാം രണ്ട് കണ്ടീഷനും ട്രൂ ആയിരിക്കണം. അപ്പം B1 ട്രൂ ആയിരിക്കണം, B2 ട്രൂ ആയിരിക്കണം, എന്നാലേ ഉള്ളൂ ബി ട്രൂ ആവുള്ളൂ. പക്ഷെ ഇവിടെ B1 ട്രൂ ആയാൽ ബി ട്രൂ ആവും, B2 ട്രൂ ആയാൽ ബി ട്രൂ ആവും. അതായത് ഏതെങ്കിലും ഒന്ന് മതി. പക്ഷെ ഡബിൾ ആമ്പർസാൻഡ് വരുന്ന സമയത്ത് B1 B2 ട്രൂ ആയാലേ ഉള്ളൂ ഫൈനൽ റിസൾട്ട് ബി ട്രൂ ആവുള്ളൂ. ദെൻ നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി ട്രൂ ആണെങ്കിൽ അതിനെ നോട്ട് ചെയ്യും, ഫോൾസ് ആക്കും, അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ അതിനെ ട്രൂ ആക്കും. അതാണ് ഈ ഒരു എക്സ്പ്രഷൻ്റെ ഫൈനലായിട്ട് കിട്ടുക. ദെൻ നെക്സ്റ്റ് ഷോർട്ട് സർക്യൂട്ട് കോഡാണ്. ഇൻ ഷോർട്ട് സർക്യൂട്ട് ഓർ ജമ്പിംഗ് കോഡ്, ഷോർട്ട് സർക്യൂട്ട് കോഡിനെ നമുക്ക് ജമ്പിംഗ് കോഡ് എന്ന് വിളിക്കാം. ദ ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് ഡബിൾ ആമ്പർസാൻഡ് പൈപ്പ്. ഇവിടെ ഇതിന് ഈ ഷോർട്ട് സർക്യൂട്ട് ഓപ്പറേറ്റേഴ്സ് ആണ് ഡബിൾ ആമ്പർസാൻഡും പൈപ്പും. ഇതിന് നമ്മൾ പൈപ്പ് എന്നാണ് പറയാം. ഇവിടെ ഡബിൾ പൈപ്പ് എന്നാണ് പറയുക, രണ്ടെണ്ണത്തിനാണ് ഡബിൾ പൈപ്പ്. ആൻഡ് നോട്ട് ട്രാൻസ്ലേറ്റ് ഇൻ ടു ജംപ്സ്. ഇറ്റ് റെഡ്യൂസസ് ദ നമ്പർ ഓഫ് എക്സിക്യൂഷൻ കോഡ്. ഹിയർ the result is obtained without evaluating all the operands. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കോഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജമ്പിംഗ് കോഡ്, ഷോർട്ട് സർക്യൂട്ട് കോഡ് അതിൽ വരുന്ന ഷോർട്ട് സർക്യൂട്ട് ഓപ്പറേറ്റേഴ്സ് ആണ് ഡബിൾ ആമ്പർസാൻഡും ഡബിൾ പൈപ്പും. അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒരു ജമ്പ് കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതാണ് ഷോർട്ട് സർക്യൂട്ട് കോഡ് എന്ന് പറയുന്നത്. ഇവിടെ റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യുകയെന്ന് വെച്ചാൽ മുഴുവൻ ഓപ്പറൻസും ഇവാലുവേറ്റ് ചെയ്യാണ്ടാണ് റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യുക. എക്സാമ്പിൾ വന്നിട്ടുണ്ട്: if x less than 100, double pipe x greater than 200, double ampersand x not equal to y, x equal to 0. ഈ ഒരു എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിന് ഒരു കോഡ്, അതായത് ജമ്പിംഗ് കോഡ് എന്ന് പറഞ്ഞ ഒരു കോഡിലേക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. അത് ഇവാലുവേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും, എല്ലാ ഓപ്പറൻസും ഇവാലുവേറ്റ് ചെയ്യാണ്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് ഫസ്റ്റിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഫൈനൽ റിസൾട്ട് ഡിറ്റർമൈൻ ചെയ്യുക. അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ അത് നമ്മളെ റിസൾട്ട് കിട്ടി, എക്സ്പ്രഷൻ മുഴുവൻ എക്സ്പ്രഷൻ ട്രൂ ആയി. ഇനി ഇത് ഫോൾസ് ആണെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകും, അടുത്ത ഒരു എക്സ്പ്രഷനിലേക്ക് പോയിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യും.
അങ്ങനെയാണ് ചെയ്യുക. പിന്നെ മുഴുവൻ ബാക്കി ഇത് ട്രൂ ആയാൽ പിന്നെ ബാക്കി എക്സിക്യൂട്ട് ആക്കുക. ഇത് ഫോൾസ് ആണ്, ഈ ഒരു എക്സ്പ്രഷൻ ഫോൾസ് ആണ്, ഇവിടെ ഉള്ളതും ഫോൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ x=0 എന്നുള്ള ഈ ഒരു അസൈൻമെന്റ് ഓപ്പറേറ്ററിലേക്ക് ലാൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഈ കണ്ടീഷൻ അങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക. അതിന്റെ ജമ്പിങ് കോഡ് തന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് ജമ്പിങ് കോഡ് തന്നിട്ടുണ്ട് നോക്കാം. ഇതാണ് ജമ്പിങ് കോഡ്. ഇഫ് എക്സ് ലെസ് ദാൻ 100 ഗോ ടു L2. എക്സ് 100നെക്കാളും ചെറുതാണെങ്കിൽ L2ലേക്ക് പോകും. If false x greater than 200 go to L1. If false x not equal to y go to L1. L2 equal to x equal to 0. അതായത് L2 എന്ന് പറഞ്ഞാൽ x equal to 0 ആണ്. അപ്പോൾ x ലെസ് ദാൻ 100 ആണെങ്കിൽ നേരെ L2ലേക്ക് പോകും. x greater than 100 ആണെങ്കിൽ L1ലേക്ക് പോകും. ഇതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ജമ്പിങ് കോഡ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ഒരു ടോപ്പിക് ചെറിയ ടോപ്പിക് മനസ്സിലായെന്ന് വിചാരിക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം.